നമസ്കാരം. സ്വാമി ശരണം. ഞാൻ പി എൻ മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ എളമലയാർ ഡാമിനും ഭൂതത്താങ്കട്ട് ഡാമിനും നടുവിലായിട്ട് വടാട്ടുപാറ എന്ന ഗ്രാമപ്രദേശത്ത് കാനന ഭംഗിയോടുകൂടി വളരെ പഴക്കമുള്ളതും പുരാതനവുമായ പുണ്യപവിത്രമായ പൊയ്ക മഹാദേവ ക്ഷേത്രത്തില് നവീകരണം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനായിട്ട് ഉള്ള ശ്രമം അതിന്റെ സംഘാടകരും നാട്ടുകാരും ചേർന്ന് ആരംഭിക്കുകയാണ്. അപ്പൊ ഇതിനോടകം അതിന്റെ വിവരങ്ങൾ നാട്ടുകാരായ നാം അറിഞ്ഞു കാണും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് കിട്ടുന്ന ഒരു വളരെ വലിയ ഒരു സൗഭാഗ്യമാണ്. കാരണം ഒരു ക്ഷേത്രം നവീകരിക്കുക, അത് ഈ ജീർണിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങള്, അതുപോലുള്ള സൽപ്രവർത്തികള്, സൽക്കർമ്മങ്ങളില് നമുക്ക് നമ്മുടെ ഈ ജീവിതത്തില് നമ്മുടെ മനുഷ്യായുസില് പങ്കെടുക്കുവാൻ സാധിക്കുക എന്നത് തന്നെ വളരെ അപൂർവവും അസുലഭവുമായിട്ട് ലഭിക്കുന്ന അവസരങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് വേണ്ടവണ്ണം പൊയ്ക നിവാസികള്, വടാട്ടുപാറ നിവാസികളായ നാം ഓരോരുത്തരും നമ്മുടെ തന്നെ ഒരു കർത്തവ്യമായിട്ട് ഏറ്റെടുത്ത് വേണ്ടവണ്ണം അതിനുവേണ്ട സഹായ സഹകരണങ്ങളും പൂർണ്ണമായ സാന്നിധ്യവും വരുത്തി ഇത് വളരെ വിജയപ്രദമാക്കി തീർക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു സംസ്കാരത്തിന്റെ എല്ലാം അടിസ്ഥാനമായ ഒരു മൂലകാരണം നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങള്, പല പല ജന്മങ്ങൾ കഴിഞ്ഞ് മനുഷ്യജന്മം കിട്ടി ആ മനുഷ്യജന്മത്തില് വേണ്ടവണ്ണം അത് വിനിയോഗിക്കാനുള്ള വഴികള്, മറ്റു കാര്യങ്ങള് പറഞ്ഞു തരുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു കേന്ദ്ര സ്ഥാനമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത്. മാത്രമല്ല ഇന്നിപ്പോ നമുക്ക് കാണാം പല പല ദുർനിമിത്തങ്ങള്, പ്രതിബന്ധങ്ങള്, സമ്മർദ്ദങ്ങള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനൊക്കെ ഏതു തരത്തില് നിയന്ത്രിക്കണം, വേണ്ടത് എന്ത് എന്ന് ഉപദേശിക്കുന്നതും നമുക്ക് കാണിച്ചു തരുന്നതുമായ ഒരു വളരെ വിജ്ഞാനമായ ഒന്നിന്റെ കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഈ ആയുസില് അതുപോലുള്ള പ്രത്യേകിച്ച് ഇപ്പൊ പൊയ്ക ക്ഷേത്രത്തെ പറ്റി അതിന്റെ ഈ രേഖകളിൽ പറയുന്നത് പോലെ കാനന ഭംഗി എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ടൗണുകളിൽ താമസിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഒരു നിമിഷത്തേക്ക് മാറ്റിവെച്ച് ഇതുപോലുള്ള കാനന ഭംഗിയുള്ള പ്രദേശത്ത് കുറച്ചു നേരം ചെന്ന് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തില് വളരെയധികം ഒരു ആനന്ദവും ആശ്വാസവും നമുക്ക് ലഭിക്കുന്നതായിട്ട് തോന്നും. കാരണം അതുപോലെയുള്ള സാന്നിധ്യങ്ങളും പ്രകൃതി ഭംഗിയും ഉള്ള പ്രദേശങ്ങള് തീർച്ചയായിട്ടും നമ്മുടെ ഈ ജീവിതയാത്രയില് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന വലിയ ഘടകങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രത്തിന്റെ നവീകരണം, മറ്റു കാര്യങ്ങൾ വരുമ്പോൾ നാട്ടുകാരായ നമ്മൾ മാത്രമല്ല, നമ്മൾ അറിയുന്ന ആളുകൾ, ഇപ്പൊ വെളിയിൽ പോയി ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളോടും ഇത് പ്രത്യേകം പറഞ്ഞ് ഈ കാര്യങ്ങളിൽ പങ്കെടുപ്പിച്ച് ഇത് വളരെ വിജയപ്രദമാക്കി തീർക്കണം. നമ്മുടെ ഒരു കർത്തവ്യമാണ് അത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും കലിയുഗവരതനായ ശബരിമല ധർമ്മശാസ്താവും മാളികപ്പുറത്തമ്മയും നൽകട്ടെ എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയുമാണ്. സ്വാമിയെ ശരണമയ്യപ്പ.